നമസ്കാരം. ധാരാളം സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 24/11/2020 ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 51/20 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? സ്വകാര്യ തീവണ്ടി തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? ആൻസർ ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ് തേജസ്. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തത് ആർക്കാണ്? നോബൽ സമ്മാനം ലഭിക്കാത്തത് ആർക്കാണ്? ജെയിംസ് പീബിൾസ്. അടുത്തത്. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്. ആൻസർ 2020 ജനുവരി 1. 2020 ജനുവരി 1 ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ഭിലായ്, ഛത്തീസ്ഗഡ്. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 8. അടുത്ത ക്വസ്റ്റ്യൻ. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം. ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ. 2020. നെക്സ്റ്റ് വൺ. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ആൻസർ അമരാവതി. അടുത്തത്. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബേ. ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബേയാണ്. നെക്സ്റ്റ് വൺ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഏതാണ്? സന്ന മരിൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സന്ന മരിൻ. ആരുടെ സ്മരണയ്ക്കായിട്ടാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ആരുടെ സ്മരണയ്ക്കായിട്ടാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് ആരുടെ സ്മരണയ്ക്കായിട്ടാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ക്രാന്തി മന്ദിർ. സുഭാഷ് ചന്ദ്രബോസ് ക്രാന്തി മന്ദിർ. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദ്. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര് എന്താണ്? ഗഗൻയാൻ. 22. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തവയിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആരാണ്? മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആരാണ്? ആൻസർ ജി കാർത്തികേയൻ. നെക്സ്റ്റ് വൺ. ഡൽഹിയിൽ 3ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 62. നെക്സ്റ്റ് വൺ. 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. 2019 നവംബർ 3 16ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? 2019 നവംബർ 3 16ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്?
ബാങ്കോക്ക്. അടുത്തത് നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ്. നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ്? നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 നെക്സ്റ്റ് വൺ, കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ്? 2019 നവംബർ 29. കേരള ബാങ്ക് 2019 നവംബർ 29 നിലവിൽ വന്നത്. കേരള ബാങ്ക് 2019 നവംബർ 29. ഇനി 2020 വർഷം UN ഏത് വിഷയം ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? 2020 UN ഏത് വിഷയം ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? എന്താണത്? അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. 2020 എപ്പോഴേതാണ്? അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യമേത്? ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യമേതാണ്? ഏതാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം? ശ്രീലങ്കയാണ്. ശ്രീലങ്ക. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏതാണ്? പെരിയാർ, യമുന, കാവേരി, മഹാനദി. ഇവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏതാണെന്ന് ചോദിക്കുന്നത്. യമുനയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യ റിപ്പബ്ലിക്കായത് എന്നാണ്? ഇന്ത്യ റിപ്പബ്ലിക്കായത് എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, ഇവയൊന്നുമല്ല. ഇതിൽ ഏതാണ് ആൻസർ? ഏതായിരിക്കും? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇനി ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ഇനി ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉരുക്കു മനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഉരുക്കാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ്? കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ്? കായലാണോ? അഴിമുഖങ്ങളാണോ? ഡെൽറ്റയാണോ? കടലാണോ? കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ്? ഏതാണ്? ഡെൽറ്റകളാണ്. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏതാണ്? നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏതാണ്? ഏതാണെന്നു? വൈക്കം സത്യാഗ്രഹം. നിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടന്ന സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് ഏതാണ്? മേൽമുണ്ട് സമരം അല്ലേ? ബാക്കി SNDP, അരുവിപ്പുറം പ്രതിഷ്ഠ, സർവമത സമ്മേളനമെല്ലാം എന്താണ്? ബാക്കി 3 ശ്രീനാരായണ ഗുരുവ് ബന്ധമുണ്ട് അല്ലേ? ഇതാണ് ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് വൺ, വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം ഏതാണ് കൊടുത്തേക്കുന്നതിൽ? ആൻസർ ഏതാണ് വരിക? ഇവയൊന്നുമല്ലേ? 2005 നിലവിൽ വന്നു, 30 ദിവസത്തിലുള്ള മറുപടി കിട്ടുന്നു, 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ്. ഇവയെല്ലാം എന്താണ്? വിവരാവകാശ നിയമവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇനി അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? ഏതാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം? 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. 1789 ഫ്രഞ്ച് വിപ്ലവം. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരെന്താണ്? ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര് എന്താണത്? ഗെസ്റ്റപ്പോ. ഹിറ്റ്ലറും ഗെസ്റ്റപ്പോ ഉണ്ടോ? ഹിറ്റ്ലറും ഗെസ്റ്റപ്പോയും. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര്.
ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരെന്താണ്? എന്താണ് പറയുക? വിഷുവം എന്ന് പറയും. എന്താണ് പറയുന്നത്? വിഷുവം. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണെന്ത്? വിഷുവം എന്നാണ് പറയുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏതാണ്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ഏകകം എന്താണ്? മില്ലി ബാർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനാണ് മില്ലി ബാർ. അന്തരീക്ഷ മർദ്ദം മില്ലി ബാറാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏതാണ്? വൻ, മാംഗോ ഷവർ, കാൽബൈശാഖി, ലു. ഇതിൽ ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏതാണ്? അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏതാണ്? ഫൻ. അടുത്തത് 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? ICDS. GST നിലവിൽ വന്നത് എന്നാണ്? GST നിലവിൽ വന്നത് എന്ന്. GST നിലവിൽ വന്നത് എന്നാണ്? GST 2017 ജൂലൈ 1. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏതാണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏതാണ്? മോഹൻജൊദാരോ. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി ഏത്? ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി ഏത്? ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി ഏതാണ്? ഭൂവൽക്കം. ഭൂവൽക്കമാണ് ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകവുമല്ലാത്ത വസ്തു. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകവുമല്ലാത്ത വസ്തു ഏതാണിതിൽ? സിലിക്കയുണ്ട്, സിൽവറുണ്ട്, മൈക്കയുണ്ട്, മെർക്കുറി. ഇതിൽ താപചാലകവും എന്നാൽ വൈദ്യുതചാലകവുമല്ലാത്ത വസ്തു ഏതെന്നാണ് ചോദ്യം. ആൻസർ മൈക്ക. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ എന്താണ്? പ്രൊഡ്യൂസർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം. പ്രൊഡ്യൂസർ ഗ്യാസ്. അടുത്തത് മഴവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? മഴവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 5.6. 5.6 ആണ് മഴവെള്ളത്തിൻ്റെ pH മൂല്യം. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു ഏതാണ്? കാൽസ്യം ബൈകാർബണേറ്റ്. താൽക്കാലിക കാഠിന്യം കാൽസ്യം ബൈകാർബണേറ്റ് ആണ്. താൽക്കാലിക കാഠിന്യം എന്താണ്? കാൽസ്യം ബൈകാർബണേറ്റ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. കറക്റ്റ് ആൻസർ ഇവിടെ ഇല്ല. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏതാണ്? സിൽവർ തന്നെയാണ്. AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ്? റെക്ടിഫയർ. അടുത്തത് മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഏതാണ്? ഇരുമ്പ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? V2O5. വനേഡിയം പെൻറ്റോക്സൈഡ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? വെബർ. അടുത്തത് ആരോഗ്യദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്താണ്? ആരോഗ്യദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്താണ്? ലോക ക്ഷയരോഗ ദിനം. അടുത്തത് ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1978 പ്രഖ്യാപിക്കുന്നത് എന്തായിട്ട്? ദേശീയോദ്യാനമായിട്ട്. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? റിസർപ്പിൻ എവിടെ നിന്നാണ് വേർതിരിച്ചെടുക്കുക? സർപ്പഗന്ധി. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പൂനെ.
മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? അറകളുടെ എണ്ണം 2. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിയ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിയ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം അനാഫേസ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പടവലത്തിൻ്റെ സങ്കര ഇനം ഏതാണ്? കൗമുദി. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഇതിലേതാണ്? വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ, ഇൻഫ്ലുവൻസയുണ്ട്. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏതാണ്? ഇൻഫ്ലുവൻസയാണ്. കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ്? പോൾബർഗ്, പോൾ എർലിക്, ഡോക്ടർ ഇസ്മാർക്ക്, E.J. ബട്ടർ ഇവരിൽ ആരാണ് കീമോതെറാപ്പിയുടെ പിതാവ്? പോൾ എർലിക്. ജീവകം ഇയുടെ രാസനാമം. അപ്പോൾ കീമോതെറാപ്പി പോൾ എർലിക്. ജീവകം ഇയുടെ രാസനാമം എന്താണ്? ജീവകം ഇ എന്ന് പറയുമ്പോഴേതാണത്? ടോക്കോഫെറോൾ. ജീവകം ഇ ആണ് ടോക്കോഫെറോൾ. നെക്സ്റ്റ് വൺ. ക്ലോക്കിൽ 1 മണിക്ക് 1 പ്രാവശ്യം മണിയടിക്കും, 2 മണിക്ക് 2 പ്രാവശ്യം മണിയടിക്കും, 3 മണിക്ക് 3 തവണ എന്ന രീതിയിൽ തുടരുമെങ്കിൽ ഒരു ദിവസം എത്ര തവണ മണിയടിക്കും? ആൻസർ 186. 62ൻ്റെ ആൻസർ 4. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ നീളങ്ങൾ √2, √6, √8 ആകുന്നു. ഇതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്രയാണ്? 30 ഡിഗ്രി. n+1 the whole square minus n into n+1 = 15 ആയാൽ n എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആൻസർ 14. അടുത്തത്, വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? പഞ്ചഭുജം. 399ൻ്റെ 3 മടങ്ങ് എത്രയാണ്? 3/100. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? ആൻസർ 20. 3x+2 = 9x-1 ആയാൽ എക്സിൻ്റെ വില എത്രയാണ്? 4. ഒരു സമാന്തര ശ്രേണിയുടെ 12ാം ഭാഗത്തിൻ്റെയും 13ാം ഭാഗത്തിൻ്റെയും തുക 40 ആയാൽ അതിൻ്റെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക എത്രയാണ്? 480. നെക്സ്റ്റ് വൺ. 70ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഒരു സസ്യത്തിൻ്റെ 30%, ഒരു സംഖ്യയുടെ 30%വും 75%വും തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏതാണ്? ആൻസർ വരുന്നത് 3000 ആണ്. ഓക്കെ. 2, 6, 12, 20, 30 ഈ ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? 42. x/y = 3/4, y/z = 3/5 ആയാൽ x/y/z എത്രയായിരിക്കും? 9:12:20. നെക്സ്റ്റ് വൺ. 15 മീറ്റർ നീളമുള്ള ഒരു ഏണി തീവണ്ടിയിൽ ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് 9 മീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്നും എന്ത് ദൂരത്തിലാണ്? നെക്സ്റ്റ് വൺ. 75ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 76. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 7 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? പരപ്പളവാണ് ചോദിച്ചത്. പരപ്പളവ് എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 84. 77ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്.
സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചാൽ 2 വർഷത്തിന് ശേഷം 1392 രൂപയും 5 വർഷത്തിന് ശേഷമാണെങ്കിൽ 1680 രൂപയുമാണ് ലഭിക്കുന്നതെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമായിരിക്കും? 8%. ഒരു അധിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എത്രയാണ്? 2/7. 2/7 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് 80ൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ തള്ളിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ, വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. വ്യക്തിയിലുണ്ടാകുന്ന ഘടനാപരമായ മാറ്റമാണ് വികാസം എന്ന് പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സാമൂഹിക ബന്ധ പരിശോധനകളാണ്. അടുത്തത്, വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? പ്രതിക്രിയ അധ്യാപനം. റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരിണിത രൂപങ്ങൾ. സൈക്കോളജി പാർട്ടാണ് വരുന്നത്, LPക്കകത്ത് വരുന്നത്. ഇതിന് സൈക്കോളജി പാർട്ട് മാത്രമായിട്ട് ഞാനൊരു കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, നിർദ്ദേശരഹിത കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്ററി കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? കാൾ റോജേഴ്സ്. താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ പിൻബലം ഇല്ലാത്ത പഠനരീതി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ. നെക്സ്റ്റ് വൺ, പിയാഷോയുടെ വൈജ്ഞാനിക വികാസഘട്ടം സിദ്ധാന്തമനുസരിച്ച് സചേതന ചിന്ത, അനിമിസം, കേന്ദ്രീകരണം, സെൻട്രേഷൻ എന്നിവ ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്? പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രാക് മനോവ്യാപാര ഘട്ടം. ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് മനഃശാസ്ത്ര അടിത്തറയുമായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണ്? ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന മനഃശാസ്ത്ര അടിത്തറയുമായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണ്? ഏത് വാദമാണ് അവിടെ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഘടനാവാദം, മാനവികതാവാദം, വ്യവഹാരവാദം, സമഗ്രതാവാദം. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സമഗ്രതാവാദം. ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസഘട്ടത്തിലാണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രകടിപ്പിക്കുന്നത്? ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസഘട്ടത്തിലാണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രകടമാക്കുന്നത്? മനോലൈംഗിക വികാസഘട്ടത്തിൻ്റെയാണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇതിലെവിടെയാണ് ഈഡിപ്പസ് കോംപ്ലക്സിൻ്റെ അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചേക്കുന്നത്? ആൻസർ, ഫാലിക് സ്റ്റേജ്. സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ചിന്താ പ്രക്രിയ ഏതാണ്? ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്? വിവർജിത ചിന്തനം, ഡൈവേർജൻറ്റ് തിങ്കിങ്. ക്രിയേറ്റിവിറ്റി ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. സാമൂഹിക സൂക്ഷ്മദർശിനി, സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠനരീതിയാണ്? കേസ് സ്റ്റഡിയാണ് സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോഷ്യൽ മൈക്രോസ്കോപ്പ്. ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിക്കുന്ന ആരാണ്? റോബർട്ട് ഹാവിഗസ്റ്റ് ആണ് ഡെവലപ്മെൻ്റൽ ടാസ്ക്. ഡെവലപ്മെൻ്റൽ ടാസ്ക് ആണ് റോബർട്ട് ഹാവിഗസ്റ്റ്. ഇനി
പ്രശ്നപരിഹരണ രീതിയുടെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? പ്രശ്നപരിഹരണ രീതിയുടെ ശരിയായ ക്രമീകരണം ഏതാണ്? ദത്തങ്ങൾ ശേഖരിക്കുന്ന വെച്ചാൽ കളക്ഷൻ ഓഫ് ഡേറ്റ. ദത്തങ്ങൾ ഡേറ്റ ശേഖരിക്കുന്നതാണ് പ്രശ്നപരിഹരണ രീതിയുടെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിൻ്റെ ഏറ്റവും ശരിയായ ക്രമീകരണം. കളക്ഷൻ ഓഫ് ഡേറ്റ, ദത്തങ്ങൾ ശേഖരിക്കൽ, ഡേറ്റ, ദത്തങ്ങൾ. അടുത്തത് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? ഹൈറാർക്കി ഓഫ് നീഡ്സിൻ്റെ അത് ഏറ്റവും പ്രാഥമികമായ ആവശ്യമെന്ന് പറയുന്നത് ഏതാണ്? സുരക്ഷിതത്വം. അതുതന്നെയാണ് ഹൈറാർക്കി ഓഫ് നീഡ്സിന് ഏറ്റവും പ്രാഥമികം വന്നിട്ടുള്ളത്. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ഏതാണ്? അനുബന്ധന സിദ്ധാന്തം, കണ്ടീഷനിങ് തിയറിയാണ്. അടുത്തത് വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ. വൈകാരിക മാനം, ഇമോഷണൽ ക്വോഷ്യൻറ്റ്, ഡാനിയൽ ഗോൾമാൻ. ഇമോഷണൽ ക്വോഷ്യൻറ്റ്, ഡാനിയൽ ഗോൾമാൻ. വൈകാരിക മാനം, ഇമോഷണൽ ക്വോഷ്യൻറ്റ്, ഡാനിയൽ ഗോൾമാൻ. കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്. രണ്ട് വ്യത്യസ്തമായ വികാസഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികസനം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? വൈഗോട്സ്കി. തൻ്റെ താല്പര്യത്തിന് അനുസരണയായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽപ്പെടുന്നു? തൻ്റെ താല്പര്യത്തിന് അനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ട സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? പ്രായോഗിക ആപേക്ഷികത്വമാണ് ആൻസർ വന്നിരിക്കുന്നത്. പ്രായോഗിക ആപേക്ഷികത്വം. കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ചിട്ട് പ്രായോഗിക ആപേക്ഷികത്വത്തിലാണ് അത് വരുന്നത്. ആദ്യ ബാല ഏർലി ചൈൽഡ്ഹുഡിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ ഉൾപ്പെടാത്തത് ഏതാണ്? വിസർജ്യ പ്രക്രിയകളെ നിയന്ത്രിക്കുക. അതായത് ഏർലി ചൈൽഡ്ഹുഡിൽ ആദ്യം വരുന്ന എന്താണ്? ഡെവലപ്മെൻറ്റ് ടാസ്ക് വരുന്നതാണ് വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നാണ് ഏറ്റവും ആദ്യം വരുന്ന ഏർലി ചൈൽഡ്ഹുഡ് കൊച്ചു കുട്ടികൾക്ക് വരുന്ന ടാസ്ക്, ഡെവലപ്മെൻറ്റൽ ടാസ്ക് വരുന്ന കാര്യങ്ങൾ. അതായത് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ വിശദീകരണമായി എടുക്കാവുന്ന ഒരു ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സൈക്കോളജി പാർട്ട് മാത്രമായിട്ടുള്ളതാണ്. അതൊന്ന് നോക്കാം. നെക്സ്റ്റ് വൺ, ക്രിയാഗവേഷണത്തിൻ്റെ ആക്ഷൻ റിസർച്ചിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്റ്റീഫൻ എം കോറി. അതുപോലെ തന്നെ UP സ്കൂളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുകൊണ്ട് കുറച്ച് സൈക്കോളജി പാർട്ട് രണ്ടും കൂടി ഒന്നിച്ചിട്ടൊരു ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. ഓക്കെ, ഓൾ ഓഫ് യു, താങ്ക് യു.